അറിവില്ലാത്തവരെ പിശാച് മുതലെടുക്കും. അതുകൊണ്ട് നമ്മൾ ദൈവവചന സത്യങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്നു. അപരിഷ്കൃതരും അവരുടെ ഭാഷ നമുക്കറിയാൻ മേലാത്തവരുമായ ജനവിഭാഗങ്ങളെ ബാർബേറിയൻസ് എന്ന് ഇംഗ്ലീഷിൽ വിളിക്കും. അങ്ങനെ ഒരു പ്രയോഗം ദൈവവചനത്തിലുണ്ട്, ബാർബേറിയൻസ്. അപ്പോസ്തലപ്രവൃത്തികൾ 28-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പൗലൂസൊക്കെ 276 പേർ യാത്ര ചെയ്ത കപ്പൽ അപകടത്തിൽപ്പെടുകയാണ്. അപകടത്തിൽപ്പെട്ട കപ്പൽ പൗലൂസ് കപ്പലിൽ ഇരുന്നവരോട് പറയുന്നുണ്ട്, അവർ ഏകദേശം അരമാസം കൊടുങ്കാറ്റിലകപ്പെട്ടു. അരമാസം മധ്യധരണിക്കടലിൽ മെഡിറ്ററേനിയൻ സമുദ്രത്തിലുണ്ടായ കൊടുങ്കാറ്റിൽ 275 പേര് യാത്ര ചെയ്തൊരു കപ്പലെന്ന് പറഞ്ഞാൽ വളരെ വലിപ്പമുള്ളൊരു നൗകയാണ്. പൗലൂസ് സുവിശേഷം പറഞ്ഞതിന് തന്നെ യഹൂദന്മാർ അറസ്റ്റ് ചെയ്തു, ഞങ്ങളുടെ മതത്തെ കലക്കുന്നവനാണെന്ന് പറഞ്ഞ്. പക്ഷെ പൗലൂസ് കൈസറുടെ അടുക്കൽ എനിക്ക് പോകണം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കുമെന്ന് പറയുന്ന പോലെ എനിക്ക് കൈസറെ കാണണം, കൈസറെ അഭയം ചൊല്ലുന്നെന്ന് പറഞ്ഞുകൊണ്ട് പൗലൂസിൻ്റെ കേസ് റോമിലേക്ക് റെഫർ ചെയ്യും. അങ്ങനെ പൗലൂസിനെ കൊണ്ടുപോകാൻ ശതാധിപനുമൊക്കെ കൂടെയുണ്ട്, പട്ടാളക്കാരുണ്ട്. ആ കൂടെ വേറെ അധികം കുറ്റവാളികളും തടവുകാരും മറ്റു പല കേസുകളിൽ പിടിച്ചവരുടെയൊക്കെ അവരെല്ലാം റോമിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കപ്പൽ. അവർ പുറപ്പെട്ടപ്പോഴേ പൗലൂസ് പറഞ്ഞതാണ്, ഈ യാത്രയിൽ പ്രശ്നങ്ങളുണ്ടാവും, ഇപ്പം പുറപ്പെടേണ്ടായെന്ന് ഒരു ദ്വീപിൽ വെച്ച് ഒരു തുറമുഖത്ത് വെച്ച് പറഞ്ഞെങ്കിലും നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 27 വായിക്കുന്നു. പൗലൂസ് പറഞ്ഞതിനേക്കാൾ, പൗലൂസ് തടവുകാരനല്ലേ, വചനം പറയുന്ന ഉപദേശിയല്ലേ, ഉപദേശിക്ക് ഇവിടെ ഉപരിയിരിക്കുന്നത്. ഇപ്പോഴാണ് ഏറ്റവും യാത്ര ചെയ്യാൻ പറ്റിയ സമയം. മാത്രമല്ല കപ്പൽ ഉടമസ്ഥൻ്റെയും മാലുമിയുടെയും മറൈൻ എഞ്ചിനീയർ പറഞ്ഞു ബെസ്റ്റ് ടൈമാണ്. കപ്പൽ ഉടമസ്ഥനും പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇപ്പം ഒരു കുഴപ്പവും വരത്തില്ല എന്ന് പറഞ്ഞു. അവരങ്ങനെ യാത്ര പുറപ്പെട്ടപ്പോൾ വളരെ അനുകൂല കാറ്റും കൊണ്ടടിച്ചു. എന്നാൽ എല്ലാവരും പൗലൂസിനെ ഒക്കെ ചിരിച്ച് കാണും, ഇപ്പോൾ എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നും വന്നില്ലല്ലോ എന്നുള്ള മട്ടിൽ ചിരിച്ച് കാണും. പക്ഷെ നമ്മൾ വായിക്കുന്ന മുമ്പോട്ട് കപ്പൽ പോയപ്പോൾ വലിയ പ്രതികൂല കാറ്റ്, ഈശാനമൂലൻ എന്നായിരുന്നു ആ കാറ്റിൻ്റെ പേര് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, അടിക്കുകയും അതിൻ്റെ പ്രത്യേകത അന്തരീക്ഷം മേഘാവൃതമായി. 14 ദിവസം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കണ്ടിട്ടില്ല. കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക. മനുഷ്യരുടെ നല്ല ജീവൻ പോയി. നമുക്ക് പറയാൻ എളുപ്പമായി. ഇപ്പം ഞാനിരിക്കുന്ന ഈ വീടൊരു കപ്പലായി കാണുക, അടുത്തൊന്നും ആരുമില്ല. ഇപ്പം നിങ്ങളിരിക്കുന്ന സ്ഥലം ഒരു കപ്പലായി കാണുക. ഒരു വലിയ സമുദ്രം, നോക്കത്താത്ത ദൂരത്ത് പോലും കര കാണാനില്ല. അതിഭയങ്കര കാറ്റ്, ശൈത്യം, ആടി ഉലയുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ഭയം. ഞാനൊരിക്കൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഇംഗ്ലണ്ടിൽ ഒരു എയർപോർട്ടിൽ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ടെർബുലൻസ് ഉണ്ടായിട്ട് ആ ഫ്ലൈറ്റിലെ ക്രൂ ഒക്കെ പരിഭ്രാന്തരാന്ന് ഞങ്ങൾക്ക് കാണാം. എല്ലാവരും പേടിച്ചു പോയി. അവിടെ ഇറങ്ങാനൊക്കത്തില്ല. താഴോട്ട് ലാൻഡ് ചെയ്യാമെന്ന ഫ്ലൈറ്റ് അങ്ങ് പൊങ്ങിപ്പോയി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാഞ്ചസ്റ്ററിലാണ് പോയി ഇറങ്ങിയത്. ആ സമയത്തുണ്ടായ ഒരു ചങ്കിടിപ്പ്, ആ ഒരു ചങ്കിടിപ്പ് ഞാൻ ഒരു 5 മിനിറ്റേ അനുഭവിച്ചു. അരമാസം അനുഭവിക്കുക. അവർക്കൊന്നും കഴിക്കാൻ വേണ്ട. ഒടുവിൽ കപ്പലിൻ്റെ ഭാരം കുറയ്ക്കാൻ അതിൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് വെളിയിലിട്ടു. അതുപോലത്തെ പ്രതിസന്ധി. പക്ഷെ പൗലൂസ് ഇപ്പോൾ തടവുകാരനാണ്, ഇപ്പോൾ കപ്പലപകടത്തിൽപ്പെട്ടിരിക്കാം. അവരെല്ലാവരും അയ്യോ പത്തോ വെക്കുമ്പോൾ ലൂക്കോസാണല്ലോ ഈ അപ്പോസ്തലപ്രവൃത്തി എഴുതുന്നത്, അദ്ദേഹവും ആ യാത്രയിലുണ്ടായിരുന്നു. അദ്ദേഹം പറയാണ് ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയമൊക്കെയും പോയി. പക്ഷെ വാഗോണ്ടവർ പറഞ്ഞില്ല. ദൈവമക്കൾ ചില പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ഉള്ളിൽ ഒരു നെഗറ്റീവ് തോന്നിയാലും വാഗോണ്ട് പറയരുത്. പൗലൂസ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ നിന്നിട്ട് പറഞ്ഞു, നീ കൈസറുടെ അടുക്കൽ പോവും, നീ ഇവിടെ വെച്ച് മരിക്കത്തില്ല, നീ മാത്രമല്ല നിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവരെ നിനക്ക് തന്നിരിക്കുക. ആ ഒരു വെളിപ്പാടിൽ താൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നിങ്ങളിൽ ആരുടെ ഒരു മുടി പോലും പൊഴിയത്തില്ല. നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ഇപ്പം 14 ദിവസമായല്ലോ, ഞാൻ കഴിക്കാൻ പോവാ. അവരുടെ മുമ്പിൽ വെച്ച് കഴിച്ചു. അപ്പോൾ ഓൾറെഡി അവർ കപ്പൽ കോപ്പുകളും എല്ലാം വെളിയിലിട്ട് കഴിഞ്ഞു. പൗലൂസ് പറഞ്ഞു, പക്ഷേ ഈ കപ്പൽ മുട്ടി വീഴും, നിങ്ങളാരും മരിക്കത്തില്ല. ഒടുവിൽ ഈ കപ്പൽ ഒരു മണൽത്തിട്ട മേലിടിച്ച് മുട്ടി വീണു.
കരയിൽ നിന്ന് അല്പം ദൂരെ എല്ലാവർക്കും പലക കഷ്ണങ്ങളൊക്കെ കിട്ടിയെന്ന്, വെറും പലക കഷ്ണങ്ങൾ. ആ പലക കഷ്ണങ്ങളുമായി അവർ നീന്തി തുടിച്ച് കരയ്ക്കെത്തിയപ്പോൾ അത് മാൾട്ട എന്ന് പറയുന്ന ദ്വീപ. യൂറോപ്പിൽ ആ മാപ്പെടുത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മാൾട്ട, മലയാളം ബൈബിൾ മെലീത്ത എന്ന് എഴുതിയിരിക്കും. ആ ദ്വീപിലെത്തിയപ്പോഴത്തെ ഒരു സംഭവം നമുക്ക് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തികൾ 28-ാം അധ്യായം. രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേർ മെലീത്ത, മാൾട്ട എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടുത്തെ ബർബരന്മാർ, ഇതാണ് നമ്മുടെ വാക്ക്, അതാണ് ഇന്നത്തെ വിഷയം, ബർബരന്മാർ, ഭാഷ അറിയാൻ മേലാത്ത അപരിഷ്കൃതരായ ജനങ്ങൾ. ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു. മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെയും കൈക്കൊണ്ടു. പൗലൂസ് കുറെ വിറകു പെറുക്കി തീയിലിട്ടപ്പോൾ ഒരണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവൻ്റെ കൈക്ക് പറ്റി. ശ്രദ്ധിക്കുക, ഈ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടവരെ ആ ദ്വീപുവാസികൾ, ഭാഷ അറിയാൻ മേലെങ്കിലും ആ ബാർബേറിയൻസ് ഒരു കരുണയുള്ള മനുഷ്യരായിരുന്നു. തീയൊക്കെ കൂട്ടി ആർക്കും ആദ്യം അവരുടെ കുളിര് മാറാനുള്ള കാര്യങ്ങൾ ചെയ്തു, ഭക്ഷണം കൊടുത്തു, അവരെ പരിചരിച്ചു. അപ്പോൾ പൗലൂസും കൂടെ വിറക് പെറുക്കിയിട്ടപ്പോൾ ഒരണലി എന്നവിടെ എഴുതിയിരിക്കുന്നു. വളരെ വിഷമുള്ള ഒരു പാമ്പായിരുന്നു എന്ന് താഴോട്ട് വായിക്കും മനസ്സിലാവും. പൗലൂസിൻ്റെ കൈക്ക് പറ്റി. ആ ജന്തു അവൻ്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, ബർബരൻ എന്ന രണ്ടാമത് കണ്ടപ്പോൾ, ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ, സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവനോ പൗലൂസോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ദോഷം ഒന്നും പറ്റിയില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യും എന്ന് വെച്ച് അവർ കാത്തു നിന്നു. അപ്പോൾ അത്ര ഉഗ്രവിഷമാണ്. ഈ പാമ്പ് കടിച്ചാൽ ശരീരം നീര് വെച്ച് വീർത്തിട്ട് പെട്ടെന്ന് ചത്തു വീഴും. അവർ കാത്തു നിന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവന് ആപത്ത് ഒന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സു മാറി അവനൊരു ദേവൻ എന്ന് പറഞ്ഞു. തുടർന്ന് നമ്മൾ വായിക്കുന്ന ആ സ്ഥലത്ത് ആ ദ്വീപ് പ്രമാണിയായ പുബ്ലിയോസിന് ഒരു ഭൂമി ഉണ്ടായിരുന്നു. ആ പുബ്ലിയോസ് ഇവരെ ചേർത്ത് 3 ദിവസം അതിഥി സൽക്കാരം ചെയ്തു. 3 ദിവസം ഫീസ്റ്റായിരുന്നു. അപ്പോൾ പുബ്ലിയോസിൻ്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ച് കിടപ്പായിരുന്നു. പൗലൂസ് അകത്ത് എന്ന് പ്രാർത്ഥിച്ചു. ഈ നിങ്ങൾക്കറിയാമല്ലോ, അപരിഷ്കൃത ജനങ്ങൾക്ക് മന്ത്രവാദം, മറ്റ് പല പല അവരുടേതായ മരുന്നുകൾ, വിദ്യകളൊക്കെ നോക്കിയിട്ടും സൗഖ്യമാകാഞ്ഞ ആൾ പൗലൂസ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ചാടി എഴുന്നേറ്റ് സൗഖ്യമായി. ഇത് കണ്ടപ്പോഴത്തേക്ക് നാട്ടുകാർ മുഴുവൻ രോഗികളെല്ലാം കൊണ്ടുവന്നു. അവരെല്ലാം സൗഖ്യം പ്രാപിച്ചു. ഇത് സംഭവിച്ച ശേഷം ദ്വീപിലെ മറ്റു ദീനക്കാരും വന്ന് സൗഖ്യം പ്രാപിച്ചു. അവരും ഏറിയ സമ്മാനം തന്ന് ഞങ്ങളെ മാനിച്ചു. ഞങ്ങൾ കപ്പൽ കയറി അവിടെ നിന്ന് പോകുന്ന സമയം ആവശ്യമുള്ളത് കയറ്റി തന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ വചനത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. ഈ ബർബരന്മാരിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അവരപരിഷ്കൃതരാണ്, വലിയ വിദ്യാഭ്യാസമുള്ളവരല്ല. പക്ഷേ അവർക്ക് ചില ചിന്താഗതികളുണ്ട്, വിശ്വാസങ്ങളുണ്ട്. അത് വെച്ച് 3 സംഭവങ്ങൾ ഒന്നിന് പുറകെ ഒന്നായിട്ടാണ് പൗലൂസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. 1, തന്നെ അറസ്റ്റ് ചെയ്തു. 2, കപ്പലപകടത്തിൽപ്പെട്ടു. 3, ആ കപ്പലപകടത്തിൽ രക്ഷപ്പെട്ട വേറെ ആരെയും പാമ്പ് കടിച്ചില്ല, പൗലൂസിനെ കടിച്ചുള്ളൂ. ഞാൻ കഴിഞ്ഞ നാളുകളിൽ പല വിശ്വാസികളുടെ ഇടയിൽ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ ചോദിക്കും, ആ ദൈവദാസന്, ആ ശുശ്രൂഷകനെ, അപ്പോസ്തോലനെ പാമ്പ് കടിച്ചപ്പോൾ ആ ബർബരന്മാരിങ്ങനൊക്കെ പറഞ്ഞു. ഇനി ഇതുപോലെ മറ്റൊരു നമ്മൾ അറിയുന്നൊരു ദൈവദാസന്, നിങ്ങൾ ആയിരിക്കുന്ന സഭയിലെ ഒരു ശുശ്രൂഷകന്, അങ്ങനെ ആർക്കും സംഭവിക്കത്തില്ല, അതല്ല ഞാൻ പറയുന്നത്. ഇങ്ങനൊരു കാര്യം പറ്റിയാൽ ഒന്നിന് പുറകെ ഒന്നായി നമ്മുടെ സഭയിലുള്ള ഒരാൾക്ക് എന്തെങ്കിലും ഉണ്ടായാൽ ഇത് കുഴപ്പമാണ് കേട്ടോ, എന്തോ പിശാചാണ് അല്ലെങ്കിൽ ദൈവകോപമാണ് എന്ന് പറയാനുള്ള ഒരു നിലവാരമാണ് നമ്മുടേതെങ്കിൽ നമ്മളും ആ ബർബരന്മാരുമായിട്ട് എന്ത് വ്യത്യാസം? ഇന്നത്തെ സന്ദേശത്തിൻ്റെ പേരിതാണ്, ബർബരന്മാർ നാട്ടിലും സഭയിലും.
ആ നാട്ടിലെ ബർബരന്മാരത് പറയാൻ കാരണം ക്രിസ്തു ചെയ്ത കാര്യം അവർക്കറിയില്ല, അതുകൊണ്ടാണ്. പക്ഷെ പലപ്പോഴും ഞാനും നിങ്ങളും ബർബരന്മാരാകുകയാണ്. ദൈവത്തിൻ്റെ ഭാഷ അറിയാത്ത, ദൈവത്തിൻ്റെ വചനം അറിയാത്ത, ദൈവത്തിൻ്റെ പ്രവൃത്തി അറിയാത്ത, കർത്താവ് ക്രിസ്തുവിൽ ചെയ്തത് എന്താണെന്ന് അറിയാത്ത, അറിവില്ലാത്തവരായി മാറി നമ്മൾ ബർബര ഭാഷ സംസാരിക്കുക. ഞാനിവിടെ ലാംഗ്വേജ് അല്ല, നമ്മുടെ ഐഡിയോളജി, നമ്മൾ പറഞ്ഞു വിടുന്ന അഭിപ്രായങ്ങൾ, തത്വങ്ങൾ ദൈവവചനത്തിന് ചേരാത്ത. അപ്പം ഞാൻ ഇനി ബർബരന്മാരെന്ന് വിളിക്കുന്ന നമ്മളെയൊക്കെ തന്നെ, എന്നെ കൂട്ടിയ, ഈ വചനത്തിന് വിരുദ്ധമായി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ബർബരന്മാരാകുക. അതെ, സഭയിലെ ബർബരന്മാർ, ശുശ്രൂഷകരായ ബർബരന്മാരൊക്കെയായി നമ്മൾ മാറുകയാണ്. ഇതിന് സമാനമായ സന്ദേശം ഇതിനു മുമ്പും ഞാൻ സ്റ്റേജിലും അതുപോലെ ക്ലാസ്സിലും ഒക്കെ ഈ ടി വിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇന്നൊരു പ്രാവശ്യം കൂടി ഇത് പറയുവാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു പ്രധാന ഘടകം, ഇന്ന് ഞാൻ ഈ ക്യാമറയ്ക്ക് മുമ്പിലിരിക്കുമ്പോൾ ഒരു വിദേശ രാജ്യത്തു നിന്നും ഒരു സഹോദരി എന്നെ ഫോണിൽ വിളിച്ചു. ആ സഹോദരിയുടെ ഭർത്താവ് നാട്ടിൽ വെച്ച് മരിച്ചു പോയതാണ്. കുഞ്ഞുങ്ങളുമായി വിദേശ രാജ്യത്തേക്ക് ചേക്കേറി. അവിടെ ഒരു ചെറിയ ജോലിയൊക്കെ ലഭിച്ചു. ആ സഹോദരിയുടെ പ്രിയപ്പെട്ടവരവിടെ ഉണ്ട്. അങ്ങനെ പച്ച പിടിച്ച് വരികയാണ്. ചെറുപ്പക്കാരത്തിയാണ്, ഭർത്താവ് മരിച്ചുപോയി. പക്ഷേ അവിടെ ചെന്നപ്പോൾ വീണ്ടും ചില സംഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായ സഹോദരിക്കുണ്ടായി. ഈ അടുത്ത ദിവസം സഹോദരിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി, മോനൊരു പ്രശ്നമുണ്ടായി. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുകയാണ്. അടുത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കയ്യെ പിടിച്ച് പറയും, കൂട്ടി വായന വളരെ സൂക്ഷിച്ചു വേണം. ഞാൻ മുമ്പൊരിക്കലും ഇത് പറഞ്ഞെന്ന എൻ്റെ ഓർമ്മ. 3/4 മണിക്കൂറിൽ 3 സംഭവങ്ങൾ ഒരിക്കലും എൻ്റെ ജീവിതത്തിലുണ്ടായി. ചിലപ്പോൾ ഒരേ കാര്യം, ചില പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ നമ്മളിതെല്ലാം കൂടെ കൂട്ടി വായിച്ചിട്ട് നമ്മൾ പറയുന്ന വാക്കുകൾ പിന്നെയും പിശാചിന് പ്രവർത്തിക്കാനുള്ള ഇടം കൊടുക്കും. അവിടെ ഭയപ്പെടുകയല്ല വേണ്ടത്. 3/4 മണിക്കൂറിൽ 3 സംഭവം എന്താണെന്ന് ഞാൻ പറയാം. ഒരിക്കൽ കൊട്ടാരക്കരയ്ക്ക് സമീപം ഓടനാവട്ടത്ത് ഒരു TV പ്രേക്ഷക മീറ്റിങ്ങിന് ശേഷം അവിടെ വലിയ വിടുതലുകളും സൗഖ്യങ്ങളും ഒക്കെ ഉണ്ടായി. ദുരാത്മാക്കളൊക്കെ വിട്ടുമാറി. ഞാൻ ഓർക്കുന്ന അന്ന് ആ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരിയുടെ ഫോണിൽ ഒരു കോൾ വന്നു. 3 വർഷം മുമ്പ് പിരിഞ്ഞിരുന്ന ഭർത്താവ് ആ സഹോദരിയെ വിളിക്കുക, എനിക്ക് നിന്നെ കാണണം, പിരിഞ്ഞു പോയതാണ്. അപ്പോൾ ആ മീറ്റിങ്ങിൽ വെച്ച് നിങ്ങളുടെ പ്രശ്നം എന്താണേലും പ്രാർത്ഥിച്ചോളാൻ പറയും. ഈ സഹോദരി കൈ ഉയർത്തി പ്രാർത്ഥിച്ചിട്ട് കൈ താക്കുമ്പോൾ യേശു അവിടെ പ്രവർത്തിച്ചു. ആ ഫോണുമായിട്ട് മുമ്പോട്ട് ഓടി വന്നു. ഒത്തിരി പേര് സൗഖ്യമായി. അപ്പം മുമ്പൊക്കെ ഈ ശുശ്രൂഷകരായ ഞങ്ങളുടെ മധ്യത്തിൽ തന്നെ ഞാനുമൊക്കെ കേട്ടിട്ടും ചിന്തിച്ചിട്ടും ഭയപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ ഒരു വിടുതൽ ശുശ്രൂഷ ചെയ്താൽ, പിശാചിനെയൊക്കെ ശാസിച്ചാൽ, ആ പിശാച് നമ്മുടെ പുറകെ കൂടും, നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യും. പിശാചിന് ഇഷ്ടപ്പെടത്തില്ല, അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരായ ഞാനും നിങ്ങളും, ശുശ്രൂഷകരെന്ന് പറയുമ്പോൾ പാസ്റ്റർമാരും ഇവാഞ്ചലിസ്റ്റും മാത്രമല്ല, എല്ലാ വിശ്വാസികളും, ദൈവവചനം നമുക്ക് ആദ്യമേ തന്നെ തരുന്ന നിർദ്ദേശം ഒരു വിശ്വാസിക്ക് ഇങ്ങനെയാണ് പറയുന്നത്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞ്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പറയണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. എന്നിട്ട് പറയാം, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. പാസ്റ്റർമാരാൽ നല്ല, ഓരോ വിശ്വാസിയാലും എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ആദ്യത്തെ തന്നെ ദുരാത്മാക്കളെ ഓടിക്കുന്നു. പഴയ നിയമത്തിൽ ഒരു ശുശ്രൂഷകനും ഒരു വലിയ പ്രവാചകനും ചെയ്യാത്ത കാര്യമാണ് പുതിയ നിയമത്തിൽ ആദ്യത്തെ ശുശ്രൂഷ. പിശാചിനിട്ട് തോണ്ടാൻ പോയ അടി കൊള്ളുകയല്ലേ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശു ക്രൂശിൽ പിശാചിൻ്റെ അധികാരത്തെ തകർത്തുകൊണ്ട് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു പറയും ഞാൻ. നമുക്കത് തരുമ്പോൾ, നമ്മൾ ഈ സ്നാനജലത്തിൽ നിന്ന് കയറുമ്പോൾ പിന്നെ നമ്മളെ അല്ല പിശാചി കാണുന്നത്, യേശുവിനെയാണ്. അപ്പോൾ ഇങ്ങനെ ഭയം, യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ഭയം എൻ്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ദൈവദാസനിലൂടെയാണ് മറഞ്ഞു കിടന്ന ഒരു വാക്യം പിടികിട്ടിയത്. ബൈബിളിൽ അതിനു മുമ്പും വാക്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ദൈവദാസൻ ഇങ്ങനെ ആ വാക്യം പറഞ്ഞു. ലൂക്കോസ് 19 പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, അവയൊന്നും നിങ്ങൾക്കൊരു ദോഷവും വരുത്തുകയില്ല. അദ്ദേഹം പ്രസംഗിക്കുമായിരുന്നു, നിങ്ങൾ ചവിട്ടിയില്ലേലേ കുഴപ്പമുള്ളൂ. പിശാചിനെ
ശാസിക്കുമ്പോൾ, സാത്താൻ്റെ പ്രവൃത്തികളെ അഴിക്കുമ്പോൾ നമ്മുടെ ബലത്തിൽ ചെയ്യരുത്. ഒരു പോസ്റ്റ്മാൻ പ്രസിഡൻറ്റിൻ്റെ കത്തോ ഒരു സമൻസോ കൊണ്ട് തരുമ്പോൾ ആ സമൻസ് വിട്ടതാരാ? ജഡ്ജിയല്ലേ. പോസ്റ്റ്മാൻ എന്തിനാണ് പേടിക്കുന്നത്? ഞാനും നിങ്ങളും പോസ്റ്റ്മാൻ ആയാൽ മതി. നമ്മളുടെ ബലത്തിലല്ല, നമ്മളുടെ നാമത്തിലല്ല. യേശു പറഞ്ഞ എൻ്റെ നാമത്തിൽ ഞാൻ പറഞ്ഞിട്ടാണ് പോകുന്നു. നമ്മളങ്ങ് മാറിക്കൊടുത്തേക്കണം. പിശാചിനോട് പറയണം, യേശു പറഞ്ഞു നീ പൊക്കോളാൻ. അവർ തമ്മിൽ തീർത്തോളും. യേശുവിൻ്റെ അടുത്ത് അവൻ ചെല്ലുമോ? അതാണ് അസ്കേവായുടെ പുത്രന്മാരിൽ ദുരാത്മാവിനെ അവർ ശാസിച്ചപ്പോൾ ആ ദുരാത്മാവ് വിളിച്ച് പറയാം, ഞങ്ങൾക്ക് യേശുവിനെ അറിയാം, പൗലൂസിനെ അറിയാം. പൗലൂസ് സംസാരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞപ്പോൾ, അപ്പം ദൈവമക്കളെ, യേശുവിൽ വിശ്വസിച്ചൊരു വ്യക്തിയെ പിശാച് ഭയപ്പെടുന്നു. അന്ന് ഈ പൈശാചി ബന്ധനങ്ങളൊക്കെ കഴിഞ്ഞ് ആ ശുശ്രൂഷയ്ക്ക് ശേഷം വരുമ്പോൾ എനിക്ക് 3 സംഭവമാണ്. അന്ന് എൻ്റെ പഴയ വാഹനം കൊടുത്തിട്ട് പുതിയ വാഹനം മേടിക്കുക. പഴയ വാഹനം മേടിക്കുന്ന വ്യക്തിക്ക് അത് സെക്കൻഡ് ഹാൻഡായിട്ട് രാത്രിയിൽ ആ ബ്രദർ മേടിക്കാൻ വരും. അപ്പോൾ പുതിയ വാഹനവുമായി വരിക. വീട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ വഴിയിൽ മരം മറിഞ്ഞു കിടക്കുന്നു. വീട്ടിലേക്ക് ഒരു ഓലമടൽ വീണ് വെള്ളം വീഴുന്നു. 3-4 തേക്ക് മറിഞ്ഞിരിക്കുന്നു. ഭീകര അന്തരീക്ഷം. അപ്പം വന്നാൽ നമ്മുടെ പഴയൊക്കെ വിശ്വാസം വെച്ചൊരു ശകനപ്പഴയ വീട്ടുപടിക്ക് വന്നപ്പോൾ പുതിയ വണ്ടിയായിട്ട് മരം മറിഞ്ഞു. അപ്പോൾ ഈ വണ്ടി കുഴപ്പക്കാരനെന്നാണ് നമ്മുടെ തലയിലോട്ട് വരിക. വെട്ടിയൊക്കെ അകത്ത് വന്നപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരു സഹോദരൻ വീട്ടിൽ വന്നിട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ പുള്ളി കണ്ണും മിഴിച്ച് താഴെ കിടക്കുന്നു, നെഞ്ചെ പിടിക്കുന്നു. ഈ വണ്ടിയിൽ ചെയ്യുന്ന ആദ്യത്തെ കാര്യം ഈ സഹോദരനെ എടുത്ത് കിടത്തിക്കൊണ്ട് എൻ്റെ അടുത്തുള്ള ആശുപത്രിയിലോട്ട് ലൈറ്റിട്ട് ഞാനും മറ്റൊരു സഹോദരനും കൂടെ ഓടിപ്പോവുക. അപ്പോൾ വഴിയിൽ വെച്ച് എൻ്റെ ആദ്യത്തെ വണ്ടി അന്ന് കഴുകാനും പെട്രോൾ അടിക്കാനും ഒക്കെ ഒരു സഹോദരൻ കൊണ്ടുപോയായിരുന്നു. അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ വണ്ടി ഇടിച്ചു. അന്ന് വൈകിട്ട് കൊടുക്കേണ്ട വണ്ടി, ആ വണ്ടിയുടെ പൈസ മേടിച്ചതാണ്, ആ വണ്ടി ഇടിച്ചു. ചുരുക്കി ഞാനങ്ങ് പറയാം, ഭയന്നു പോയി. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോന്ന് സംഭവിച്ചപ്പോൾ ചങ്ക് കിലുങ്ങിപ്പോയി. എന്നാൽ അന്ന് ബെന്നി ബ്രദർ ആ വണ്ടി കയറ്റിവിട്ടപ്പോൾ ഒരു വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു. ആ ഇടിച്ച വണ്ടി വലിയൊരു തുകയ്ക്ക് പണിയേണ്ടി വന്നു. ബെന്നി ബ്രദർ പ്രാർത്ഥിച്ചു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്ക്. ആ വാക്കിൻ്റെ ഹൃദയത്തിൽ വലിയ ആശ്വാസമായി. ചുരുക്കി പറഞ്ഞാൽ ഈ 3 സംഭവങ്ങളും തിന്മയ്ക്കല്ല നന്മയ്ക്കായിട്ട് മാറി. അതെല്ലാം പറയാൻ ഇപ്പോൾ എനിക്ക് സമയമില്ല. വണ്ടി കൊണ്ട് ഇടിപ്പിച്ച കുറച്ച് പിള്ളേരായിരുന്നു, വേറെ കൊച്ചു വണ്ടി. അവരോടൊക്കെ സുവിശേഷം പറഞ്ഞു. ആ വഴിയിലെ ആ മരം വലിയൊരു മറ്റാപത്ത് വരാതെ അത് മാറി. എല്ലാം ആ സഹോദരന് ഒരു കുഴപ്പവും ഉണ്ടായില്ല. ചെക്കപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് ആ വാഹനം ഒരു പേടി സ്വപ്നമാകണ്ടേ. എന്നാൽ ഇന്നും ഞാൻ ഉപയോഗിക്കുന്നു. 6 വർഷമായി 1.5 ലക്ഷത്തിലധികം കിലോമീറ്ററുകൾ യേശുവിൻ്റെ സുവിശേഷമായി പോയി. പേടിക്കരുത്. നമ്മൾ വേണ്ടാത്ത ചിന്തകൾ പേടിക്കരുത്. അപ്പോൾ ഈ ബർബരന്മാർക്കും ഇതുപോലെ ചില വിശ്വാസങ്ങളുണ്ട്. ഈ കടലിൽ നിന്ന് രക്ഷപ്പെട്ടു ഇയാളെ അറസ്റ്റ് ചെയ്തു, പൗലൂസിനെ കപ്പലപകടത്തിൽപ്പെട്ടു, വെളി വന്നുടനെ പാമ്പ് കടിച്ചു. ഇവൻ കുഴപ്പക്കാരനാണ്. നീതിദേവി ഇവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല. അപ്പം ഈ മനുഷ്യൻ നീതിമാനല്ല എന്നാണ് പറയുന്നത്. പക്ഷെ പൗലൂസിൻ്റെ ഗുണം ഫിലിപ്പിയർ 3:9-10 വായിക്കണം. എൻ്റെ സ്വന്തം നീതിയിലല്ല ഞാൻ ആശ്രയിക്കുന്നത്, ക്രിസ്തു മുഖേന ദൈവം എനിക്ക് നൽകിയ നീതി. നമ്മളാരും നീതിമാന്മാരല്ല. വിശ്വാസത്തിൽ വന്ന ശേഷവും നമ്മുടെ ചിന്തകൾ, നമ്മുടെ വാക്കെല്ലാം നമ്മൾ കറക്റ്റാണോ എന്നും കൊണ്ട് ഇത് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. ഒരു ദൈവ പൈതലിന് ഒരിക്കലും പാപം ചെയ്യാൻ ഇഷ്ടമില്ല, നീതിയിൽ ജീവിക്കാനാണ് ഇഷ്ടം. പക്ഷേ ഒരു കുറ്റബോധം, ഒരു അപരാധബോധം നമ്മളെ ഒരിക്കലും നയിക്കരുത്. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു, നമുക്ക് ധൈര്യം തരുന്നു. ആ പൗലൂസ് അവരുടെ വാക്കുകളിലേക്ക് നോക്കിയില്ല. ബർബരന്മാരുടെ വാക്കുകൾ, കുറ്റം വിധിക്കുന്ന വാക്കുകളിലേക്ക് നോക്കാതെ യേശു ക്രൂശിൽ തനിക്ക് വേണ്ടി ചെയ്ത് ഓർത്തുകൊണ്ട് ആ പാമ്പിനെ കുടഞ്ഞു കളഞ്ഞു. കാരണം വചനം പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും, എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും. പ്രിയരെ, വചനത്തിന് ചേരാത്ത, യേശു പറഞ്ഞതിന് ചേരാത്ത വാക്ക് ആര് പറഞ്ഞാലും എടുക്കരുത്. സോ നാട്ടിലും ബർബരന്മാരുണ്ട്, സഭയിലും ബർബരന്മാരുണ്ട്. എന്നോട് ആ സഹോദരി വിദേശത്ത് നിന്ന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഈ 3 സംഭവങ്ങൾ നടന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ വേദഭാവം വായിച്ചിട്ട് പറഞ്ഞു, ഈ ബർബരന്മാർ പലതും പറഞ്ഞു. എന്നോട് പറയാം, ബ്രദറെ ഇപ്പോൾ അതാ വിഷയം, ഞാൻ കൂടുന്ന സഭയിൽ ഒത്തിരി സഹോദരങ്ങൾ എന്നെ പറഞ്ഞ് പേടിപ്പിച്ചിരിക്കാതെ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ ഈ വാക്കെല്ലാം പറയിപ്പിച്ചു. സഹോദരി ഫ്രീ ആയി.
പറഞ്ഞ സിസ്റ്ററെ, പൗലൂസിൻ്റെ ആ സംഭവം ഒരു ദ്വീപിൻ്റെ ഉണർവായി മാറിയെങ്കിൽ സഹോദരി എന്നിൽ പോലും ആശ്രയിക്കരുത്. പൗലൂസ് പാമ്പ് കയ്യെ കടിച്ചപ്പം തോമസ് കുട്ടി പറഞ്ഞ ഫോണിൽ വിളിച്ചില്ല, പ്രയർ ടവറിലും വിളിച്ചില്ല, പാമ്പ് തൂങ്ങിക്കിടക്കുമ്പോൾ വിളിക്കാൻ നേരമില്ലോ. ക്രിസ്തുവിൻ്റെ നീതിയിൽ വിശ്വസിച്ചുകൊണ്ട് കുടഞ്ഞു കളഞ്ഞെങ്കിൽ അതെ, നിങ്ങൾക്ക് പ്രയർ ടവറിൽ വിളിക്കണം, വിളിക്കാം. പക്ഷേ ചിലർ രാവിലെയും വൈകിട്ടും എല്ലാം വിളിക്കുക. അങ്ങനെ ആശ്രയിക്കാതെ നിങ്ങൾക്ക് പെട്ടെന്ന് ഞാനും ഇപ്പോൾ ഒരു അത്യാവശ്യം വന്നാൽ തങ്കുപുരനോട് പറയും, ഒന്ന് പ്രാർത്ഥിച്ചോണേ. ഈ പറയുന്ന ധൈര്യം പറയുന്ന എനിക്കും ചിലപ്പോൾ പതർച്ചയൊക്കെ വരും. അതൊക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷേ മറക്കരുത്, യേശുവിൻ്റെ ക്രൂശിലൂടെ നമുക്ക് ജയമുണ്ട്. നമുക്ക് ജയമുണ്ട്. നമ്മളിലെ ആ ബർബരൻ, ദൈവത്തിൻ്റെ വചനമാകുന്ന ഭാഷ തിരിച്ചറിയാത്ത അപരിഷ്കൃതൻ വെളിയിൽ പോട്ടെ. ക്രിസ്തുവിൻ്റെ ക്രൂശിൽ ആശ്രയിച്ചുകൊണ്ട് എത്ര വലിയ പ്രതിസന്ധി വന്നാലും അതിനെല്ലാം കൂട്ടി വായിക്കരുത്, കൂട്ടിക്കെട്ടരുത്. വിട്ടുപോയെന്ന് പറഞ്ഞാൽ മാറിപ്പോവുക തന്നെ ചെയ്യും. നിങ്ങളുടെ വീട്ടിൽ മരണങ്ങൾ നടന്നിരിക്കുകയാണോ? ഒന്നിനു പുറകെ ഒന്നായി രോഗങ്ങൾ വന്നിരിക്കുകയാണോ? ബിസിനസ്സിൽ പ്രശ്നമുണ്ടായോ? അതിൻ്റെ കൂടെ വണ്ടിയുടെ ടയറും പഞ്ചറായി. തങ്കു ബ്രദർ പറയും ടയറാണെ പഞ്ചറാവുകയൊക്കെ ചെയ്യും. തങ്കു ബ്രദർ എപ്പോഴും പറയും വണ്ടിയാണെ ഒന്ന് ഒരേയൊക്കെ ചെയ്യും. ചില എല്ലാം അങ്ങ് പോരാട്ടമായിട്ട് കാണും. ഈ കാണുന്ന എല്ലാം പോരാട്ടമായിട്ട് കാണാതെ യേശു ക്രിസ്തുവിലും ധൈര്യത്തോടെ ഇരുന്ന് ഏത് രാജ്യത്തെയും നമ്മൾ ആയിരിക്കുന്നത്, ഇന്ത്യ രാജ്യം നമ്മളെ ഇത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുമെങ്കിൽ ദൈവരാജ്യം നമ്മളെ എത്രയധികം പ്രൊട്ടക്റ്റ് ചെയ്യും. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചോട്ടെ. ഇപ്പോൾ തന്നെ ഭയങ്ങൾ വിട്ടുമാറട്ടെ. ഇപ്പോൾ തന്നെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഇപ്പോൾ തന്നെ നാളുകളായി ദുഷ്ടൻ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ പൊട്ടിമാറട്ടെ. ഭയങ്ങൾ മാറട്ടെ. എനിക്കറിയാം ചിലരൊക്കെ ചാർജ് ആകുക വചനം കേട്ട് ചാർജ്. ഇന്ന് നിങ്ങൾ പ്രശ്നമെന്ന് പേടിക്കുന്ന കാര്യം പ്രശ്നമാകത്തില്ല. നഷ്ടം എന്ന് പറഞ്ഞ കാര്യം ലാഭമായി മാറും. ആ പൗലൂസ് ശ്ലീഹായുടെ അപകടത്തെ ഒരു ക്രൂസൈഡാക്കി, ഒരു ദേശത്തിൻ്റെ വിടുതലാക്കി മാറ്റിയെങ്കിൽ നിങ്ങളുടെ പ്രതിസന്ധി പ്രശ്നത്തിനല്ല, വിടുതലിനാണ്, അനുഗ്രഹത്തിനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ ചില ഭയം നിമിത്തം ചിലർ രോഗികളായിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ സൗഖ്യമാവും. ഉറങ്ങാൻ പറ്റാത്തവർ ഇപ്പോൾ തന്നെ സൗഖ്യമാവും. കുഞ്ഞുങ്ങളെ ചൊല്ലി ഭയപ്പെടുന്നവർ ഇപ്പോൾ തന്നെ വിടുതലാവും. ചില ഭയന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ചിലങ്ങ് പ്രാർത്ഥനയോട് പ്രാർത്ഥനയാണ്. വീട്ടിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥന, ലിഫ്റ്റിൽ കയറുമ്പം പ്രാർത്ഥന, കാറിൽ കയറുമ്പം പ്രാർത്ഥന, പോകുന്ന വഴിക്ക് പ്രാർത്ഥന. ഒരു പേടിച്ചിട്ട് പ്രാർത്ഥിക്കരുത്. നമ്മളൊരു കൂട്ടുകാരനെ സ്തുതിക്കുന്ന പോലെ എപ്പോഴും പ്രാർത്ഥിക്കണം. ഇടപെടാതെ സ്തോത്രം ചെയ്യണത് അതൊരു ഫെലോഷിപ്പ് പ്രയർ ആയിരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഭയത്തിൻ്റെ ആത്മാവും വിട്ടുമാറട്ടെ. ഭയം കൊണ്ടുള്ള ആത്മീയതകൾ വിട്ടുമാറട്ടെ. പേടിച്ചിട്ട് ദൈവത്തിന് കൊടുക്കുന്നത് മാറിയിട്ട് സ്നേഹിച്ചിട്ട് കൊടുക്കുന്നവരായിട്ട് മാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഭയങ്ങൾ മാറട്ടെ. സമാധാനം ഉണ്ടാകട്ടെ. കർത്താവെ, ഞങ്ങളുടെ ഉള്ളിലെ ആ ബർബര സ്വഭാവം, വചനത്തിലെ ആ ഭാഷ തിരിച്ചറിയാതെ, ക്രിസ്തു ക്രൂശിൽ ചെയ്തത് തിരിച്ചറിയാതെ എല്ലാം മാറ്റി ഞങ്ങളെ ഫ്രീ ആക്കണം. ആ രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. നിങ്ങളുടെ ശരീരത്തിലെ രോഗമുള്ള ഭാഗത്ത് ഇപ്പോൾ കൈവച്ചു, സൗഖ്യമാകും. കണ്ണിൻ്റെ മങ്ങുന്ന കാഴ്ച ചില ഭയനിമിത്തമാണ് വിട്ടുപോകുന്നു. തലവേദന വിട്ടുപോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ കടബാധ്യതകൾ മാറട്ടെ. പരാജയമെന്ന് പറഞ്ഞു മാറട്ടെ. സിവിൽ സർവീസിന് എഴുതുന്ന ആരോ എന്നെ കേൾക്കുന്നു. ഇട്ടേച്ചു പോവുക, മതിയായി, നോ, നിർത്തരുത്. കർത്താവിൽ വിശ്വസിച്ച് നിനക്ക് കർത്താവ് സിവിൽ സർവീസ് തരാൻ പോവുക. പലതവണ എഴുതി. പക്ഷേ ഈ തവണ ദൈവം അത്ഭുതം ചെയ്യുക. ആ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആ പരീക്ഷ, ആ ജോലിക്ക് വേണ്ടിയുള്ള ശ്രമം വിട്ടുപേക്ഷിക്കരുത്. യേശു കൂടെയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ വിടുതലാകട്ടെ. എൻ്റെ കർത്താവിൻ്റെ കരം നീട്ടതിനായി സ്തോത്രം, വിടുവിച്ചതിനായി നന്ദി. ശാമുവേൽ എന്ന പേര് കർത്താവ് വെളിപ്പെടുത്തുന്നു. ശാമുവേൽ ഏതോ ഒരു കാര്യത്തിന് മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അത് വിട്ടുകളയരുത്. വിട്ടുപേക്ഷിക്കാൻ നിങ്ങൾ നിൽക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യാൻ പോവുക. ഈ ദിവസങ്ങൾക്കൊക്കെ നമ്മൾ തമ്മിൽ കാണുമെന്ന എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് തന്ന വിടുതലുമായി കർത്താവിൻ്റെ അത്ഭുതകരമാകട്ടെ. വിടുവിച്ചിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. സോ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെയും ഗോഡ് ബ്ലസ് യു. ആമേൻ.